അനുമോളെ പറ്റി ഇന്നലെ പാതിരാത്രിയിൽ കുത്തിയിരുന്ന് കുറ്റം പറയുന്ന ആദിലയും നൂറയും ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ അനുമോളുടെ അടുക്കെ ഷാനവാസിക്ക ആദിലയും നൂറയും പറ്റി സംസാരിക്കുന്നു. ആദിലയും നൂറയും പറ്റി ഷാനവാസിക്ക സംസാരിക്കുമ്പോൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അനുമോള്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ അനുമോളും നമ്മുടെ ഷാനവാസിക്കയും ഇന്നലെ എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ഞാൻ ലൈവ് കാണാൻ പോയി. കാരണം ആ സമയത്ത് ഷാനവാസിക്കയും അനുമോളും നമ്മുടെ പുറത്ത് മറ്റേ ആട്ടുതൊട്ടിൽ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എന്താ മറ്റേ ഊഞ്ഞാല് കിടപ്പുണ്ടല്ലോ, ആ ഊഞ്ഞാലിൽ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയും കൂടെ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി വരുന്നതിന് മുമ്പ് നമ്മുടെ ഷാനവാസിക്കയും അനുമോളും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് കൂടുതലും ഈ ആദിലയും നൂറയും പറ്റിയാണ്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ, ഷാനവാസിക്ക, എനിക്ക് ഈ ആദിലയോടും നൂറയോടൊന്നും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല കേട്ടോ, എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, അവരെൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണെന്ന് ഷാനവാസിക്ക എടുക്ക പറയുന്നുണ്ട്. പക്ഷെ ആദിലയ്ക്ക് എപ്പോ എന്ത് സംസാരിക്കണമെന്നൊരു ബോധമില്ല, എന്തും വിളിച്ചു പറയുക ആ കൊച്ച്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇച്ചിരി ഇഷ്ടമല്ലാത്തൊരു കാര്യം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസൊക്കെ പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സ്, അതായത് അവരുടെ ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്ക് ഉടനെ അനുമോൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ ദിയാസനയൊക്കെയാണോ, അത് തന്നെ വന്നപ്പോൾ എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു. അത് വേറൊന്നുമല്ല, താങ്ക്സ്, കാരണം അവരുടെ കൂടെ നിൽക്കുന്നതിന്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി എന്ന് ആ വന്ന ഫ്രണ്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു. അവരുടെ മുമ്പിൽ അവർ കേൾക്കുന്ന രീതിയിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല, എനിക്ക് അവരോട് അത്ര താല്പര്യമില്ല, പ്രത്യേകിച്ച് നൂറയോടല്ല ആദിലയോട്. നൂറയെ എനിക്ക് പിന്നെ ഇഷ്ടമാണ്, അവൾക്കൊരു വ്യക്തിത്വമൊക്കെ ഉണ്ട്. പക്ഷെ ആദിലെ അങ്ങനെയല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഷാനവാസിക്ക പറയുന്നുണ്ട്. ഷാനവാസിക്ക നല്ല രീതിയിൽ ഇവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, പ്രത്യേകിച്ച് ആദിലയ്ക്ക് ഓപ്പോസിറ്റ്. ആദിലെ ഒരു രീതിയിലും ഇനി അടുപ്പിക്കില്ല എന്നാണ് ഷാനവാസിക്ക പറയുന്നത്. പിന്നെ നൂറയോടും ഇച്ചിരി ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. അതിനുള്ളൊരു കാരണം നമ്മുടെ മറ്റേ ഒരു അവാർഡ് കിട്ടിയല്ലോ ഷാനവാസിക്കയ്ക്ക്, മറ്റേ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ആൾ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ആൾ ആരായിരിക്കും എന്ന് ഒരു മറ്റേ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി, അതിന് ഷാനവാസിക്കയ്ക്കാണ് ഇത് കൊടുത്തത്. അപ്പം അത് ആങ്കർ ആയിട്ടന്ന് നിന്ന് ഷാനവാസിക്കയ്ക്ക് കൊടുത്തത് നമ്മുടെ നൂറയാണ്. അപ്പം അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഷാനവാസിക്കയ്ക്ക് മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പുള്ളി അത് പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത്. ശരിയാണല്ലോ, അന്ന് ആങ്കറായിട്ട് നിന്നിരുന്നത് നൂറയാണ്, അതിൻ്റെ പേര് അല്ലെങ്കിൽ അതുപോലും ഷാനവാസിക്ക മനസ്സിൽ വെച്ചിരിക്കുക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ, ഞാനതിനെ അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ചു കേട്ടോ. കാരണം ആഴ്ചകൾക്ക് മുമ്പ് നടന്നൊരു കാര്യം, അതൊക്കെ ഇപ്പോഴും പുള്ളി ഓർത്തെടുത്ത് പോയിന്റ് ബൈ പോയിന്റ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളിയുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ. പുള്ളി പാതിരാത്രിയിൽ കുത്തിയിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കും. ആരെ കിട്ടിയാലും അവരെ പിടിച്ചിരുത്തിയിട്ട് പുള്ളിയുടെ ഭാഗം പുള്ളി വൃത്തിയായിട്ട്, വേറെ ആരെങ്കിലും ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും, ഇപ്പൊ ലാലേട്ടൻ വഴക്ക് പറഞ്ഞാൽ തന്നെ അതിന് പുള്ളിയുടെ സൈഡിൽ നിന്ന് വെളുപ്പിക്കാനുള്ള സാധനങ്ങൾ പുള്ളി ഓർത്ത് വെച്ച് പുള്ളി വെളുപ്പിക്കാറുണ്ട്. അതിന്റെ വേറൊരു വേർഷനാണ് ഞാൻ കുറച്ചു മുന്നേ കണ്ടത് കേട്ടോ ലൈവില്. കാരണം അന്നത്തെ കാര്യം, നൂറെ അന്ന് തലയിൽ മുണ്ടിട്ട് ആ ഒരു സാധനം പോലും പുള്ളിയുടെ മനസ്സിൽ കിടക്കുക. പുള്ളിക്ക് അത് ഹേർട്ടായി. പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരു അവാർഡ് എനിക്ക് കിട്ടി, അത് അവള് തന്നു, ആ ഒരു ദേഷ്യം എവിടെയോ കിടപ്പുണ്ട്. അത് ഇന്ന് പുള്ളി അത് പറയുമ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പുള്ളി ഒരു നടനാണ്, പുള്ളിയുടെ ഇമേജ് നോക്കുന്ന ഒരാളാണ്. അപ്പം ഇമേജിൽ കോട്ടം തട്ടുന്ന എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ മറക്കത്തില്ല, അത് അകത്ത് കിടക്കും. എത്രയൊക്കെ അവരെ പെങ്ങന്മാരായിട്ട് മക്കളൊക്കെ ആയിട്ട് കാണുന്നതൊക്കെ പറഞ്ഞാലും അകത്ത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ അത് മറക്കില്ല എന്നുള്ളൊരു സാധനം ഇന്ന് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ, അതായത് അവരെ നിങ്ങൾ കൈവിടരുത്, ആരെയാ, ആദിലയും നൂറയും നിങ്ങൾ കൈവിടരുത്, കാരണം നിങ്ങൾ കൈവിട്ടാൽ അവരെ എല്ലാവരും കൂടെ കൊത്തിപ്പറിക്കും, അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം എന്ന് ലക്ഷ്മി, ആലോചിക്കണം, ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഷാനവാസിക്ക പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാലോ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് ഇട്ടുകൊടുത്തതാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചി ആദിലയ്ക്കും നൂറയ്ക്കും. ആ ലക്ഷ്മി തന്നെ ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന്, അവരെ ഒറ്റയ്ക്ക് വിടരുത്, അവരുടെ കൂടെ നിൽക്കണം, അവരെ എല്ലാവരും കൂടെ കുത്തിപ്പറിക്കൂരാതിട്ടിട്ട് എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തിരി അതിശയം തോന്നി. ലക്ഷ്മി അങ്ങനെയൊക്കെ പറഞ്ഞ് കാണുമോ? എന്താണെങ്കിലും പിന്നെ വീണ്ടും ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് നൂറയോട് ദേഷ്യമൊന്നുമില്ല,
പിന്നെ ഷാനവാസ് ഓരോ കേസും മറ്റേ പെൻസിൽ മറ്റേ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ മറ്റേ പെൻസിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആദിലേനെ ഒന്ന് തല്ലി ഷാനവാസിക്ക്, അതിന്റെ പേരിൽ പുള്ളിയെ ഇങ്ങനെ നോക്കി മറ്റേ ഭസ്മമാക്കിയ ഒരു ആദിലയുണ്ട്. അപ്പം ആ ഗെയിം അന്ന് സംഭവിച്ച കാര്യങ്ങൾ വരെ ഷാനവാസിക്ക് ഇന്നിരുന്ന് പറയുന്നത് കേട്ടപ്പം, അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഇരുന്ന്, നിങ്ങളിത് രാവിലെ ആയിരിക്കും വീഡിയോ കാണുന്നത്, രാത്രിയിൽ പുള്ളി അത് പറയുന്നത് കേട്ടപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി ഒരു കാര്യവും വിടുന്നില്ല. എന്തിനാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ, പുള്ളിക്ക് എന്തോ അസുഖങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഇങ്ങനെ ആ ഹൗസിനകത്ത് നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞിട്ടും, പെൻസിലിന്റെ കഴിഞ്ഞ ദിവസമായിരുന്നു, കഴിഞ്ഞ ആഴ്ചയായിരുന്നു, പക്ഷെ എങ്കിൽ പോലും അതൊക്കെ എന്തിനാണ്, കഴിഞ്ഞ ആഴ്ചയല്ല ഈ ആഴ്ചയായിരുന്നു തോന്നുന്നില്ല, എന്താണെങ്കിലും അതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട്, സോറി ഈ ആഴ്ചയല്ല കഴിഞ്ഞ ആഴ്ചയായിരുന്നു, അപ്പൊ എന്താണെങ്കിലും പോട്ടെ, പെൻസിലിന്റെ ഇഷ്യൂ വിട്. പക്ഷെ നൂറ ആ മറ്റേ അവാർഡ്, അതൊക്കെ എത്ര ആഴ്ചക്ക് മുമ്പാ, അതൊക്കെ ഇപ്പോഴും പുള്ളി ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. ആൻഡ് ലിറ്ററലി പുള്ളിയുടെ അസുഖത്തെ വരെ ഇതൊക്കെ ബാധിക്കും. പുള്ളിക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുള്ള ആളാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നടന്നു പോയ വലിയ വലിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ച് അത് മനസ്സിലിട്ട് മറ്റൊരാളോട് വൈരാഗ്യം വെക്കുക എന്നൊക്കെ പറയുന്നത് എന്താണെങ്കിലും എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ വയ്യ. പിന്നെ ആദ്യം കുറേ നേരം നമ്മുടെ ഷാനവാസിക്ക തന്നെയാണ് ഷാനവാസിക്കയുടെ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിയുമ്പോൾ പിന്നെ അനുമോളും തുടങ്ങുന്നുണ്ട്. അനുമോൾ മറ്റേ നമ്മുടെ നെവിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് അനുമോളും, കാരണം രണ്ടുപേരും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. കാരണം കുറേ നേരം എന്താണ് ഷാനവാസിക്ക് പറയാനോട് എല്ലാം പറഞ്ഞ് ജനങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താണെങ്കിലും അനുമോളും കൂടെ പറയുന്ന ഷാനവാസിക്ക് കേൾക്കണമല്ലോ. അതുകൊണ്ട് അനുമോളും നെവിനെ പറ്റി പറയുന്നതും ഒക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ എപ്പിസോഡിൽ കാണിച്ചു തോന്നുന്നല്ലേ, എനിക്ക് തോന്നുന്നു മറ്റേ അനീഷേട്ടൻ പകല് നമ്മുടെ അനുമോളുടെ അടുക്ക ചെന്നിരുന്ന് പറയുന്ന കഥകളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ എപ്പിസോഡിനകത്തല്ലേ. അത് വേറൊന്നും അല്ല, അത് അനുമോള് ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുങ്ങിപ്പോയി. ഇന്നലത്തെ ദിവസം അനുമോള് ഒന്നിലും അങ്ങനെ ടാസ്കിൽ അനുമോൾ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പറയുന്നത് എന്താണെന്നറിയോ, അനുമോക്ക് ഈ ആദില നൂറ കൂട്ടുകെട്ട് വേണ്ട. അതാണ് അനുമോക്ക് നല്ലത്. ഇവരുമായിട്ടൊരു കൂട്ടില്ലായിരിക്കുന്ന സമയത്തൊക്കെ അടിപൊളിയായിട്ടാണ് ടാസ്കിൽ കളിക്കുന്നത്. ഇന്നലെയൊക്കെ അടിപൊളിയായിട്ട് അനുമോൾ നിന്നു. എനിക്കൊന്ന് ഒരുപാട് പോയിന്റ്സ് ഒക്കെ അനുമോൾക്ക് കിട്ടി. അനുമോൾ അങ്ങനെ നിന്ന് കളിക്കുന്നേ നല്ലത്. ഈ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഷാനവാസിക്കോട് ഒരു കാര്യവും ഇല്ല. ഒന്നുകിൽ അനുമോളുടെ ഗെയിം, ഇവർ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കുറ്റം പറയുമെന്നറിയാം, അത് ജനങ്ങൾ കാണുമെന്നറിയാം. അനുമോള് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തും. ഇപ്പം ഞാൻ ഈ പറയുന്ന കണക്ക് വാഴ്ത്തിപ്പാടുമെന്ന് ചിലപ്പോൾ അത് വിചാരിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു 2% ചിലപ്പോൾ അതായിരിക്കാം. ചിലപ്പോൾ വളരെ ജെന്യുവിനായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളായിരിക്കാം അനുമോള്. അതുകൊണ്ടാണ് അവരെ കുറ്റം പറയാത്തയും തള്ളിപ്പറയാത്തയും. ഇപ്പം അക്ബറിന്റെ ഇന്നലെ അനുമോൾ അറിഞ്ഞതാണ്, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്, മറ്റേ എന്താണ് പാവകൾ അടിച്ചു മാറ്റിയിരിക്കുന്ന ആദിലയാണെന്ന് ആദില തുറന്നും പറഞ്ഞതാണ്. അവസാനം അനുമോൾ അത് ആരോടും പറഞ്ഞിട്ടില്ല, ഇതുവരെയായിട്ടും അനുമോൾ പറഞ്ഞിട്ടില്ല. അക്ബറിന്റെ അടുക്ക ആദിലായിട്ട് തന്നെ ചെന്ന് പറയുക, അനുമോൾ പറഞ്ഞിട്ടില്ല. അനുമോൾക്ക് വേണമെങ്കിൽ വൈരാഗ്യം വെച്ചിട്ട് വേണമെങ്കിൽ അതൊക്കെ തുറന്നു പറയാം, പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെയാണ് അനുമോളുടെ ഒരു നല്ല മനസ്സ് എവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാഴിക്കൊന്നുമില്ല. ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ല, രാത്രി എന്തെങ്കിലും കാര്യമുണ്ടോ, അവന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ലാസ്റ്റ് അവന്മാർ തന്നെ കാലേ വാരി അടിച്ചു. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോന്ന് നന്മകൾ ചെയ്യാൻ പോയിട്ട് പണി മേടിക്കുന്ന ഒരാളാണ് അനുമോൾ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു സൈഡിൽ നമ്മുടെ നൂറ ആദില ഇവരിരുന്ന് കഥകൾ പറയുന്നുണ്ട്, അനുമോളെ പറ്റി കുറ്റം പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നൂറ പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് എല്ലാവരെയും അപേക്ഷിച്ച് വോട്ട് ഇച്ചിരി കുറവാണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ നമ്മുടെ നൂറ ആദിലോട് രാത്രി പറയുന്നുണ്ട്. അതിനുള്ള നൂറയ്ക്കും മനസ്സിലായി, പണി പാളിയിട്ടുണ്ട് എവിടെയൊക്കെയോ എന്ന് നൂറയ്ക്കും പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും മനസ്സിലാവുന്നത് നൂറയ്ക്ക് ആദിലയ്ക്കും വോട്ട് കുറയേണ്ടതാണ്. പിന്നെ ആദില ഈ ആഴ്ച എന്താണെങ്കിലും ഇല്ല, നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, എവിക്ഷനകത്ത് വന്ന് ചാടിയിട്ടില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ പണി കിട്ടുന്നത് നൂറയ്ക്കാണോ എന്നൊരു സംശയം. കാരണം നൂറ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ ആദിലനെ പൊക്കിപ്പിടിച്ച് കാണിക്കാൻ നടന്ന് ഗെയിം പറഞ്ഞു കൊടുക്കാൻ നടന്ന് നൂറയുടെ ഗെയിം താഴത്തേക്ക് പോയി. സത്യം പറഞ്ഞാൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം പേടിയൊക്കെ ആയിട്ടുണ്ട്. നൂറ എന്നിട്ട് അതിലോട് പറയുന്നുണ്ട്, ബേബി വിചാരിച്ചാൽ ബേബിക്ക്, അതിലോടാണ് ബേബി വിചാരിച്ചു കഴിഞ്ഞാൽ ബേബിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഫൈനൽ 5 വരെയൊക്കെ എത്താൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഉടനെ അതില പറയുന്നുണ്ട്, അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പില്ല, കാരണം എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ അവസാനം വരെ ഒന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അതില പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. നൂറ ചിലപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നിന്ന് പോകും, ഫൈനൽ 5 വരെയൊക്കെ എത്തും. ഗംഭീരമായിട്ടുള്ള ഗെയിമറാണ് നൂറ. പക്ഷേ ഈ ആതിര ഉള്ളതുകൊണ്ട് താഴത്തേക്ക് പോവുക. ആതിര ചിലപ്പോൾ പോവായിരുന്നെങ്കിൽ, ഈ ആഴ്ച പോയായിരുന്നെങ്കിൽ ഗംഭീരമായിട്ട് നൂറ മുന്നോട്ട് വന്നേനെ. പക്ഷേ ഈ ആഴ്ച എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിലെ നൂറ ഇരുന്ന് കഥ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബറും ആര്യനും കൂടെ സ്മോക്കിംഗ് റൂമിൽ പോയിട്ടുണ്ട്.
വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് നല്ല രീതിയിൽ അക്ബറിൻ്റെയും ആര്യൻ്റെയും അടുക്കെ ഒട്ടാനായിട്ട് ഒരുപാട് പാടുപെട്ട് ഒട്ടിയിട്ടുണ്ട് നമ്മുടെ ആദിലയും നൂറയും. പക്ഷേ അക്ബറിനും ആര്യനും അത്ര അങ്ങോട്ട് വലിയ അടുപ്പിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് അക്ബറിന്റെ മറ്റേ സാധനം മുട്ടിച്ചുകൊണ്ട് പോയ കഥ ഇന്ന് തുറന്നു പറഞ്ഞല്ലോ. അതിനുശേഷം അക്ബറിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെയും കൂടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർ സ്മോക്കിംഗ് റൂമിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ആദില നൂറ അവളന്മാരുടെ ആവശ്യമാണ് നമ്മുടെ അടുക്ക വന്ന് ഒട്ടേണ്ടത്, അതുകൊണ്ടാണ് ഈ വന്ന് ഒട്ടുന്നതെന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. ഉടനെ ആര്യം പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമൊന്നുമില്ല. സത്യം അക്ബർ പറയുന്നത്, നമുക്ക് ആവശ്യമൊന്നുമില്ല, എന്തിനാ നമുക്ക് അവിടെ, അല്ലെങ്കിൽ അവളുമാരെ എന്തിനാ എന്ന് ആര്യൻ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവർക്ക് ഇവരുടെ ആവശ്യമൊന്നുമില്ല, ഇവർക്കാണ്, പ്രത്യേകിച്ച് അനുവില്ല. ഇന്നലത്തെ ദിവസം അനുവില്ലായിരുന്നു. പിന്നെ ഷാനവാസ് വെറുപ്പിച്ചു, വേറെ ആരാ ഉള്ളത്, അനീഷിൻ്റെ അടുക്ക നടക്കത്തില്ല, ചൊറിച്ചിലും പിറിച്ചിലും ആയി പോകും. പിന്നെ ഉള്ളത് ഇവരാണ്. ലക്ഷ്മി എടുക്കലും മാന്തല, ലക്ഷ്മി അമ്മായിന്ന് എന്തൊക്കെയോ വിളിച്ച് നടക്കുന്നുണ്ട്. പാതിരാത്രിയിൽ നമ്മുടെ അനുമോള് വന്ന് സോൾവ് ചെയ്യുന്നുണ്ട്, വന്ന് കിടക്കുന്നുണ്ട് ആദിലയുടെയും നൂറയുടെയും കൂടെ. പക്ഷേ നൂറയ്ക്ക് പ്രത്യേകിച്ച്, നൂറ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്കിനി വലിയ താല്പര്യമില്ല, അവളെ അടുപ്പിക്കാനൊന്നും താല്പര്യമില്ല എന്ന് നൂറ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അനുമോള് പാവൻ രാത്രിയിൽ രണ്ടിൻ്റെ അടുക്ക് വന്ന് കിടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നെ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല, വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ഇവരുടെ വിചാരം ഇവരെ പറ്റി കുത്തിയിരുന്ന് മറ്റേ ഷാനവാസിൻ്റെ അടുക്കെ മോശം പറഞ്ഞു എന്നാണ് ആദിലയും നൂറയും വിശ്വസിക്കുന്നതെങ്കിൽ അത് അവരുടെ തെറ്റ്, അത് അവർ മനസ്സിലാക്കണ്ട. പക്ഷെ അനുമോൾ ഒരാളുടെ അടുക്ക പോലും ഇവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അനുമോൾ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത്. ഈ ആദിലയും നൂറയും കൂടെ പിടിച്ച് നിർത്തിയാൽ അതൊരു ബാധ്യതയായിട്ട് മാറും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇന്നലത്തെ ദിവസം നിങ്ങൾ നോക്കിയാൽ മതി, നല്ല ഗംഭീരമായിട്ട് അനുമോൾ ടാസ്ക് കളിച്ചു. ഇവർ ചിലപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കളിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ട വരും. ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിം, ഒരു കമ്പൈൻ ഗെയിമിലേക്ക് പോകും, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഒന്നും വേണ്ട, നിങ്ങൾ നോക്കിയാൽ മതി. ആദില നൂറ എന്ത് നല്ല ഗെയിമറായിരുന്നു നൂറ. ഈ ആദിലയെ പൊക്കിപ്പിടിച്ച് അവർക്ക് ഗെയിം പറഞ്ഞു കൊടുത്ത് നടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറയുടെ ഗെയിം അങ്ങ് പോയി. ഇല്ല നൂറ ഇപ്പോൾ പിടികിട്ടിയില്ലേ. ആദില പോയി കഴിഞ്ഞാൽ ചിലപ്പം നൂറ അനുമോള് ഇവർ തമ്മിലൊരു സാധനം കാണും, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തന്നെ കാണും. പക്ഷെ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ ആദില നിൽക്കുമ്പോഴത്തേക്ക് അതൊന്നും നൂറയ്ക്ക് പറ്റുന്നില്ല. നൂറ ഏതാണ്ടൊക്കെ ഈ ആഴ്ച പോകും എന്നുള്ളൊരു സാധനം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നൂറയുടെ രാത്രിയിലുള്ള സംസാരത്തിൽ നിന്നൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അനുമോള് രാത്രിയിൽ വന്ന് കിടക്കുമ്പോൾ ഉള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അങ്ങോട്ട് നൂറയ്ക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആദിലേക്കും വലിയ താല്പര്യമില്ല. പക്ഷെ വെറുപ്പിക്കുന്നില്ല, കാരണം ഇവർക്കറിയാം ഒരുപാട് അങ്ങ് അനുവിനെ നല്ല രീതിയിൽ അനുമോൾ അത് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ എനിക്കിട്ട് കൊട്ടുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ നീ എന്താ ഞങ്ങളോട് മിണ്ടാഞ്ഞ്, ഞങ്ങൾ വന്നതല്ലേ, നീ ഞങ്ങളോട്, എനിക്ക് താല്പര്യം ഇല്ലായിരുന്നടാ, എനിക്കൊരു ദിവസം ഒരു ഗ്യാപ്പ് വേണമായിരുന്നു, എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കണ്ടായിരുന്നു, നീ എല്ലാവരോടും മിണ്ടിയല്ലോ, നീ അമ്മായിയോട് മിണ്ടിയല്ലോ, അമ്മായി ആരാ ലക്ഷ്മിയോട് മിണ്ടിയല്ലോ. അപ്പം അനുമോള് പറയുന്നുണ്ട്, ഞാൻ ലക്ഷ്മിയോട് മിണ്ടിയല്ല, ലക്ഷ്മി ഇങ്ങോട്ട് വന്നതാ. അനീഷിനോട് നീ മിണ്ടിയല്ലോ, അനീഷേട്ടൻ ഇങ്ങോട്ട് വന്നതാ. അനീഷേട്ടൻ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, മോളെ നീ ഇങ്ങനെ ഇരിക്കരുത്, നീ കിലുക്കാൻ പറ്റിയ പോലാണ്, നീ ചാടിത്തുള്ളി നടക്കുന്നൊക്കെ പറഞ്ഞ് അനീഷേട്ടൻ്റെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അനീഷേട്ടൻ്റെ കേസിലും നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് എഴുതി ഒപ്പിട്ട് ഇതാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളി ഒരു ഗെയിമറാണ്, പുള്ളി ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടി ചെയ്തതായിരിക്കാം. സഹതാപ കാർഡും പിടിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളുടെ അടുക്ക ചെന്ന് വേറൊരു സഹതാപം ഉറക്കുമ്പം ഏത് പിടികിട്ടിയോ, പുള്ളി അത് ഉദ്ദേശിച്ചതായിരിക്കാം. ചിലപ്പോൾ പുള്ളിയുടെ മനസ്സുകൊണ്ട് അവളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അവൾ ഡൗൺ ആണ് എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ പോയിട്ട് ഒരു എനർജി ബൂസ്റ്റ് കൊടുത്തതായിരിക്കാം. രണ്ട് രീതിയിലും നമുക്ക് അതിനെ എടുക്കാം. കാരണം ഇവരാരും അതിനകത്ത് കിളയ്ക്കാൻ പോയവരല്ല, ഗെയിം കളിക്കാൻ പോയവരാ. എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കും. ഒരാൾ സഹതാപക്കാർഡ് എടുക്കുമ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കൂടുതൽ സഹതാപം കാണിച്ച് ആ സഹതാപം കിട്ടുന്നതിൻ്റെ അപ്പുറത്തെ സഹതാപം മേടിച്ചെടുക്കാൻ ശ്രമിക്കാം. അങ്ങനെയൊക്കെ കളിക്കാം. അനീഷേട്ടൻ വേണമെങ്കിൽ അങ്ങനെ കളിച്ചതായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ കളിച്ചാൽ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് ബ്രില്യൻറ്റ് ഗെയിമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അനീഷേട്ടൻ്റെ. ചിലപ്പോൾ പുള്ളി ആ ഒരു ഗെയിമർ സെൻസിലെടുത്ത് കളിച്ചതായിരിക്കാം, ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല. പുള്ളി വളരെ ജെന്യുവിനായിട്ട് പോയി അനുമോളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തോ കുറച്ചും കൂടെ ഇങ്ങനെ ഒതുങ്ങിപ്പോരെന്ന് വിചാരിച്ചിട്ടോ ചെയ്തതായിരിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്നത് അനുമോൾക്ക് അതൊരു ഒതുങ്ങിപ്പോകലും അല്ല, അനുമോൾക്ക് അതെപ്പോഴും ഗുണം ചെയ്യത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പും ഇല്ലാതെ അനുമോൾ ഒറ്റയ്ക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ മക്കളെ അനുമോൾ വേറെ ലെവലിൽ പോവും, ഉറപ്പാണ്. ഇപ്പോൾ ഇന്നലത്തെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഒറ്റയ്ക്ക് നിന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് ആളുകൾക്ക് അനുമോൾ ഒറ്റപ്പെട്ടു പോയി, പാവം കുട്ടി എന്നൊക്കെ തോന്നിയിട്ടില്ലേ? അതിനകത്തുള്ളവർ തന്നെ പറയുന്നുണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, ഒറ്റപ്പെടൽ കാർഡുള്ള എടുത്തു എന്ന്. അതിനകത്തുള്ളവർ അത് പറഞ്ഞോട്ടെ, പുറത്തുള്ളവരും അത് പറയും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ പുറത്തുള്ള പറയുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അനുമോളോടെ ഗെയിം അല്ലെങ്കിൽ ടാസ്കിൽ അനുമോൾ അടിപൊളിയാവുന്നുണ്ട്, അത് മതി. പോയിന്റ്സ് കിട്ടുന്നുണ്ട് അനുമോൾക്ക്, അത് മതി.
ഇനിയിപ്പോൾ അനിമോൾ ഒറ്റപ്പെടൽ കാർഡ് ഇനി വീട്ടിലിരിക്കുന്ന ചേച്ചിമാർ, കുറേ ആളുകൾ, ചേച്ചിമാരെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് ആളുകൾക്ക് ഈ അനിമോൾ ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് ഒരു സഹതാപം തോന്നും. ആ സഹതാപത്തിന്റെ പേരിൽ അനിമോൾക്ക് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും നല്ലതല്ലേ, അതും നല്ലതാ. ഒരു സൈഡിൽ കൂടെ ആ വോട്ട് കയറട്ടെ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ അനിമോൾ നല്ല രീതിയിൽ പോയിന്റ്സ് എടുക്കട്ടെ, എല്ലാ അനിമോൾക്ക് ഗുണമായിട്ട് മാറും. അപ്പൊ അനിമോൾ ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, അല്ലാതെ ഇവരുമായിട്ട് കൂട്ടുപിടിച്ച് ഇവരെപ്പോൾ വേണമെങ്കിലും മാറും. ഇവർ രാവിലെ, അത് അവരുടെ കുറ്റമല്ല, അവരും ഗെയിം കളിക്കുക അതിനകത്ത്, അതും കൂടെ നമ്മൾ ആലോചിക്കണം. എല്ലാവരും ഗെയിം കളിക്കുക അതിനകത്ത്. ഈ അക്ബറിന്റെ ആരിന്റെ അടുക്കലും ഒക്കെ ഒട്ടാൻ ചെന്നു, അവര് അപ്പോഴൊക്കെ അടുപ്പിച്ച് പിടിച്ച് നിർത്തി. പക്ഷെ അവർ രണ്ടുപേരും മാത്രമുള്ള സമയത്ത് അവർ പറഞ്ഞു, അവളന്മാർ ഇതാ സ്കീം ഇതാ. എന്തിനാ അതിലെ നൂറെ അങ്ങോട്ട് പോയി കയറിയത്? അവർക്കും ഒരു താവളം വേണം നിന്ന് ഗെയിം കളിക്കാനായിട്ട്. അവരങ്ങോട്ട് പോയി, നാളെ ചിലപ്പോൾ അനിമോളുമായിട്ട് നിന്ന് കളിക്കും, മറ്റന്നാൾ ചിലപ്പോൾ നെവിൻ, ഇന്ന് നെവിനുമായിട്ട് ഒട്ടി നടപ്പുണ്ട്, നാളെ ചിലപ്പോൾ നെവിനുമായിട്ട് അടിയുണ്ടാക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ അനീഷിന്റെ അടുക്ക മാത്രം പോയി ഒട്ടി പരിപാടി നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ പരിപാടി നടക്കത്തില്ല. അവിടെ പോയി ഒട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡയലോഗിന് പുള്ളി ഓടിക്കും, അല്ലെങ്കിൽ പുള്ളി എടുക്കുക ചൊറിച്ചിലാവും ഇവര്, പിടികിട്ടിയില്ലേ. ബാക്കി ആരുടെങ്കിലും അങ്ങനെ നടക്കത്തില്ല. ഇപ്പം ഈ അക്ബറിന്റെ ആരിന്റെ അടുക്ക തന്നെ പോയി ഒട്ടിയപ്പോഴത്തേക്ക് അക്ബറിന്റെ അടുക്ക ചെന്നിട്ട് എല്ലാം പറഞ്ഞു, ഇതേപോലെ ഞാനാണ് പാവകളെ ഇന്ന് മോട്ടിച്ചതെന്നൊക്കെ എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒട്ടിയിരിക്കുക, മനസ്സിലായില്ലേ. പുറത്ത് അക്ബർ ഓപ്പൺ ആയിട്ട് അത് കാണിക്കുന്നില്ല. അക്ബറും ആര്യനും മാത്രമുള്ള സ്ഥലത്താണ് പറയുന്നത് ഇവളുമാരുടെ ഈ ഒരു പരിപാടിയെ പറ്റി. പക്ഷെ അവര് ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്, പിടികിട്ടിയോ. പക്ഷെ അനീഷിന്റെ അടുക്കലാണ് ഈ പരിപാടി കാണിക്കുന്നതെങ്കിലോ അപ്പൊ തുടങ്ങും ചൊറിച്ചില്, വിടത്തില്ല. ചിരിച്ചു തള്ളി അല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പണി, അകത്ത് വെച്ചേക്കത്തില്ല, സ്പോട്ടി അടിക്കും. ഏത്? അതാണ് ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരാളാണ് അനിമോളും. അനിമോള് കുറച്ചുകൂടെ ഞാൻ പറയാം, ചിലപ്പോൾ ഒരൊറ്റ പെർസ്പെക്റ്റീവ് നോക്കി മാത്രം പറയുകയാണെങ്കിൽ മനുഷ്യത്വമുള്ളൊരു വ്യക്തിയായിരിക്കാം, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അതൊക്കെ ഒരു ഗെയിം ആയിട്ട് എടുത്തു, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഇനിയിപ്പം മനുഷ്യത്വം എല്ലാം തുളുമ്പി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ആദിലെന്ന് പറയാം. സുഹൃത്തുക്കളാണ്, അവരെ തള്ളി പറയാഞ്ഞത്. ഷാനവാസ് പോലും വന്നിരുന്ന് കുറ്റം പറഞ്ഞപ്പോൾ, മനസ്സിലായില്ലേ. അത് നല്ലൊരു മനസ്സിനുടമയാണെങ്കിൽ അവൾ അതിനകത്ത് നിൽക്കട്ടെ, ആ ഒരു മനസ്സ് കണ്ടിട്ട് ജനങ്ങൾ വോട്ട് കുത്തട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്ന് അനീഷിനോട് പറയുന്നത് കേട്ടു, ചേട്ടാ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് നല്ല കളിക്കാൻ പറ്റുന്നുണ്ട്, വേറെ എങ്ങോട്ടും ഫോക്കസ് പോകുന്നില്ല, കളിക്കട്ടെ, ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ, അതിലൊന്നും വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിന് അവിടെ ഹൈപ്പ് വീഡിയോ ഉണ്ടല്ലോ, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ബാക്കി ഇനി എന്തെങ്കിലും ലൈവിൽ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ പോയി നോക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.